Very good morning, girls. Next, we can see what is the need and importance of management accounting. So, now I hope you understand what is management accounting, what are the object of management accounting. So, in the present complex industrial world, management accounting has become an integral part of management. Management accountant guides and advises management at every step. The increase in sale of operations has increased the significance of management accounting also. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യുന്ന ഫേമാണെങ്കിൽ അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, ഇറ്റ് ഇൻക്രീസസ് ദ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. സോ ദർ ഇസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, സിഗ്നിഫിക്കൻസ്. So, management accounting not only increases the efficiency of management but also increases efficiency of employees. So, now we can see what are the advantages of management accounting. First point is proper planning. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ പ്ലാനിങ് എന്നാണ് പറയുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ഏബിൾ ടു പ്ലാൻ വേരിയസ് ഓപ്പറേഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ പല ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ വരുന്ന വൺ ഓഫ് സച്ച് ടൂൾസ് ഇസ് ബഡ്ജറ്റിംഗ്. അതായത് നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, ബ്ലൂ പ്രിൻ്റ് ഓഫ് എ പ്ലാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ക്യാഷ് ബഡ്ജറ്റ് ആണെങ്കിൽ ഓപ്പണിംഗ് ക്യാഷ് എത്ര ഉണ്ട് നോക്കും, അതിൻ്റെ ഒരു ഏകദേശ വരാൻ സാധ്യതയുള്ള റെസീപ്റ്റ്സ് നോക്കും, അതേമാതിരി വരാൻ സാധ്യതയുള്ള പേയ്മെൻറ്റ്സ് നോക്കിയിട്ട് എത്രയാണ് ക്യാഷിൻ്റെ നീഡ് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും, എസ്റ്റിമേറ്റ് ചെയ്യും. അതാണ് ക്യാഷ് ബഡ്ജറ്റ്. ഇതേപോലെ ഓരോരോ പലതരത്തിലുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ദ ടെക്നിക് ഓഫ് ബഡ്ജറ്റിംഗ് ഇസ് ഹെൽപ്ഫുൾ ഇൻ ഫോർകാസ്റ്റിംഗ് വേരിയസ് ആക്ടിവിറ്റീസ്. ഇനി ബഡ്ജറ്റ് ആർ പ്രിപ്പയർഡ് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ഫസ്റ്റ്ലി, ദെൻ എ മാസ്റ്റർ ബഡ്ജറ്റ് ഇസ് പ്രിപ്പയർഡ് ഫോർ ദ ഹോൾ ഓർഗനൈസേഷൻ. അപ്പം അതേപോലെ തന്നെയാണ് ദ വർക്ക് ലോഡ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇസ് ഫിക്സ്ഡ് ഇൻ advance. So, the activities of the concern are planned in a systematic manner. മനസ്സിലായല്ലോ. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ എല്ലാ കാര്യങ്ങളും പ്ലാനിങ് ഇസ് ഡൺ ഇൻ അഡ്വാൻസ്. ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഇസ് ഇഫക്റ്റീവ് കൺട്രോൾ. എഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൺട്രോളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ, സെവറൽ ടൂൾസ് ആർ യൂസ്ഡ് ഫോർ അനലൈസിങ് ദ ഡാറ്റ എന്ന്, ലൈക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ എക്സെട്ര. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലാണെങ്കിലും ബഡ്ജറ്ററി കൺട്രോൾ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു യാർഡ് സ്റ്റിക്ക് ആദ്യം തീരുമാനിച്ച് വെക്കും, എന്നിട്ട് ആക്ച്വൽ പെർഫോമൻസ് ഇസ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ആൻഡ് വേരിയൻസസ് ആർ അനലൈസ്ഡ്. എന്നിട്ട് എന്തൊക്കെയാണോ കൺട്രോളിങ് മെഷേഴ്സ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകും. ഓക്കെ. അപ്പോൾ ഇഫക്റ്റീവ് മാനേജറിയൽ കൺട്രോൾ, ദ ടെക്നിക്സ് ആൻഡ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ ഹെൽപ്ഫുൾ ടു ദ മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ് all the activities of the concern. So, setting up of standards and assessing actual performance regularly enables the management to have management by exception. Principle പഠിച്ചതാണ് നിങ്ങൾ, management by exception. So, everybody assesses his own work and immediate actions are taken in case of deviation of performance. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് കൺട്രോൾ ഇസ് പോസിബിൾ. ആദ്യം എല്ലാം തീരുമാനിക്കുന്നത് കൊണ്ട്, സ്റ്റാൻഡേർഡ്സും ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, ആക്ച്വൽ പെർഫോമൻസും ഈ സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വേരിയേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ദെൻ തേർഡ് വൺ ഇസ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. ഞാൻ തുടക്കം തന്നെ പറഞ്ഞ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന്, ഇറ്റ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്
not efficiency of management and also increases the efficiency of employees. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ targets of different departments are fixed in advance, and the achievement of these goals is a tool for measuring their efficiency. Okay. Then fourth point is measurement of performance. Management accounting എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടൂൾ ഫോർ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ്. അതായത് ദ സിസ്റ്റംസ് ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എനേബിൾസ് ദ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് പറയുന്നത്. അതായത് ഞാൻ എല്ലാ പോയിന്റിലും പറഞ്ഞു കഴിഞ്ഞു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, ബഡ്ജറ്ററി കൺട്രോൾ എന്താണ് എന്നുള്ളത്. സോ ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ്സ് ആർ ഡിറ്റർമിൻഡ് ആൻഡ് then actual cost is compared with standard cost. It enables the management to find out deviations between standard cost and actual cost. So the performance will be good if actual cost does not exceed the standard cost. അതായത് നമ്മളിപ്പം പ്ലാൻ ചെയ്ത് വെച്ച് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് എ മെറ്റീരിയൽ, അതായത് ഈ മെറ്റീരിയൽ 10 രൂപയ്ക്ക് കിട്ടുന്ന നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇഫ് ആക്ച്വൽ കോസ്റ്റ് ഇസ് ഓൺലി ₹8, 2 രൂപ നമുക്ക് ലാഭമാണ്. മനസ്സിലായോ? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കുറവായി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് പറയുന്നത് ഇഫ് ആക്ച്വൽ കോസ്റ്റ് ഇസ് ലെസ് ദാൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ എന്താണെന്നാണ് പറയുന്നത്? ദ പെർഫോമൻസ് വിൽ ബി ഗുഡ്. Then budgetary control system too helps in measuring efficiency of all employees. So management accounting helps in measurement of performance. Then fifth point is maximizing profitability. അപ്പോൾ മാക്സിമൈസിങ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ത്രസ്റ്റ് ഓഫ് വേരിയസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഇസ് ടു കൺട്രോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ and increases efficiency of each and every individual in the organization. നമ്മൾ ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. സോ ദ സ്റ്റെപ്സ് ഓഫ് കൺട്രോളിങ് കോസ്റ്റ് ആർ ഏബിൾ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. The profit of the enterprise are maximized with the help of management accounting system. So every unit of the organization tries to contribute its maximum, which enables the best use of all factors of production. എല്ലാവർക്കും ആദ്യം അഡ്വാൻസ് ആയിട്ട് എല്ലാം പ്ലാൻ ചെയ്യുന്നത് കൊണ്ട് എല്ലാവരും എന്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് for the best use of all factors of production. So the return on investment also goes up. അപ്പോൾ ഒരു കൃത്യമായിട്ടൊരു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തൊരു ഫേം ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? മാക്സിമൈസസ് പ്രോഫിറ്റബിലിറ്റി ഓഫ് സച്ച് കൺസേൺസ്. ഓക്കെ. ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻക്രീസസ് പ്രൊഡക്ഷൻ. It helps, management accounting helps in increasing the production by effectively utilizing the resources എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് എല്ലാവരുടെ റോളും പറയുകയാണല്ലോ. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ ഓരോരുത്തരും അവരുടെ എന്താ പറയുക ബെസ്റ്റായിട്ട് ദ യൂസസ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ദ പ്രൊഡക്ഷൻ ഇഫക്റ്റീവ്ലി. ഓക്കെ. ദെൻ ഇറ്റ് ഇംപ്രൂവ്സ് സർവീസ് ടു കസ്റ്റമർ, അല്ലെങ്കിൽ ബെറ്റർ കസ്റ്റമർ സർവീസ് എന്ന് പറയാം. So the technique of cost control devices employed in management accounting enables the reduction of prices. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസസ്. സോ ഓൾ എംപ്ലോയീസ് ഇൻ ദ കൺസേൺ ആർ മെയ്ഡ് കോസ്റ്റ് കോൺഷ്യസ്. കോസ്റ്റ് കൺട്രോൾ അപ്ലൈ ഇത് വേണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആകുമ്പോൾ എല്ലാവരും കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. So the quality of product become good because quality standards are predetermined. കോസ്റ്റ് കുറഞ്ഞെന്ന് വെച്ചിട്ട് ക്വാളിറ്റീനെ ബാധിക്കില്ലേ, കാരണം ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് പ്രീ ഡിറ്റർമിൻഡ്. The customers are supplied good quality goods at reasonable prices. Increase in production of goods also enhances supply of goods to consumers. അപ്പം കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും?
ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് റീസണബിൾ പ്രൈസിൽ കിട്ടുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഫേമിൻ്റെ എന്ത് കൂടുകയും ചെയ്യും, ഐ മീൻ പ്രൊഡക്ഷൻ കൂടുന്നത് കൊണ്ട് ഇറ്റ് എൻഹാൻസസ് supply of goods to customers. Then comes 8th point is management accounting helps in quick decision making. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് presents information in a simple and purposeful manner. സോ ദിസ് ഫെസിലിറ്റേറ്റ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. അതിൽ ആ ടൂൾസും വെച്ചിട്ട് നോക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ടൂൾസിന് ഓരോന്നുണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ക്യാൻ ടേക്ക് ക്വിക്ക് ഡിസിഷൻ. ദെൻ 9th one, it improves standard of living of people. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്യാൻ ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ കൺസംഷൻ ലെവൽ അമംഗ് ദി പീപ്പിൾ എന്നാണ് പറയുന്നത്. അതായത് കോസ്റ്റ് കുറച്ച് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്താ, കസ്റ്റമേഴ്സിന് ചീപ്പ് റേറ്റിൽ കിട്ടും, റീസണബിൾ പ്രൈസ്, ചീപ്പ് റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, റീസണബിൾ പ്രൈസിൽ ഗുഡ്സ് കിട്ടും. സോ ഇൻ ദിസ് വേ ഇറ്റ് ഇംപ്രൂവ്സ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദി പീപ്പിൾ. And last point is economic development. Management accounting can help in maximizing production at minimum cost. So this brings about economic development of the country. Okay, so these are the need and importance of management accounting. അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് യൂസസ് ചോദിച്ചാലും ഈ സെയിം ഇത് തന്നെ എഴുതുക 10 പോയിൻറ്റ്സ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂ ഡിസിപ്ലിൻ. സോ ഇറ്റ് സഫേഴ്സ് ഫ്രം ഓൾ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ ന്യൂ ഡിസിപ്ലിൻ. അതേപോലെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് നോട്ട് എൻ എക്സാക്റ്റ് സയൻസ്. It inherits all the limitations of financial accounting and cost accounting systems. So limitations of management accounting are, first point, management accounting is based on accounting information. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലുള്ള എല്ലാ ഡാറ്റയും സോഴ്സ് എവിടെ നിന്നാണ് പറയുന്നത്, ഡാറ്റ സപ്ലൈഡ് ബൈ ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇസ് യൂസ് ടു മേക്ക് ഫ്യൂച്ചർ ഡിസിഷൻസ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചിരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിസൾട്ട്. So the correctness and effectiveness of managerial decisions will depend upon the quality of data on which these decisions are based. If financial data is not reliable, then management accounting will not provide correct analysis. അപ്പോൾ നമ്മൾ പറയാറില്ലേ, എന്തെന്നാണോ നമ്മൾ ഈ മാനേജറിയൽ ഡിസിഷൻസ് എടുത്തിരിക്കുന്നത്, ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കിയിട്ടാണ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ്, അത് എത്രത്തോളം ആക്യുറേറ്റ് ആണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ മാനേജറിയൽ ഡിസിഷൻസ്. ഓക്കെ, സെക്കൻഡ് പോയിൻറ്റ് ഇസ് ലാക്ക് ഓഫ് നോളജ്. അതായത് ദ യൂസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് റിക്വയേഴ്സ് ദ നോളജ് ഓഫ് എ നമ്പർ ഓഫ് റിലേറ്റഡ് സബ്ജക്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റഗ്രേഷനിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, പക്ഷേ അതിൻ്റെ കൂടെ ബാക്കി എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചൊരു നോളജ് വേണം, എന്നാലേ ഉള്ളൂ ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നുള്ളൂ മാനേജേഴ്സിന്. സോ മാനേജ്മെൻറ്റ് ഷുഡ് ബി കൺവേഴ്സൻറ്റ് വിത്ത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എക്സെട്ര, ആൻഡ് ഓൺലി ദെൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് നോളജ് ഓഫ് any of these subjects limits the use of management accounting. Okay, then third limitation is not an alternative to administration, അല്ലെങ്കിൽ not a substitute for management. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് മാനേജ്മെൻറ്റിനെ മൊത്തം പോക്കാൻ പറ്റില്ല, മാനേജേഴ്സിനെ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പം ഇറ്റ് ഈസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റീവ് ടു അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡസ് നോട്ട് പ്രൊവൈഡ് an alternative to administration. അതായത് the tools and techniques of management accounting provides only information, not decisions. So decisions are to be taken by the management and their implementation is also done by the management. So management accounting has supplementary service function and has no final say neither in taking decisions
nor in theory implementation. ഓക്കെ, ഒരിക്കലും നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊന്നും കാണാൻ പറ്റില്ല ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനെ. പ്രൊവൈഡ്സ് ഓൺലി നെസസറി ഡാറ്റ ഫോർ ഡിസിഷൻ മേക്കിംഗ്. മാനേജേഴ്സ് ഹാവ് ടു ടേക്ക് ഡിസിഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സണൽ ബയാസ്. The interpretation of financial information depends upon the capability of the interpreter, as one has to make a personal judgment. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക, ഒരു റേഷ്യോ കണ്ടുപിടി, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കിട്ടി. ആ ഫേമിൻ്റെ ഒരു 5 ഇയേഴ്സിൻ്റെ ഡാറ്റ വെച്ചിട്ട് ഒരു റേഷ്യോസ് കാണുക, റേഷ്യോ അനാലിസിസ് നടത്തണം. അപ്പോൾ വെറുതെ അത് ഞാൻ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ഒരു രീതിയിലായിരിക്കും, വേറൊരാൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലായിരിക്കും. So there is a chance of എന്താണ് personal bias. Then there is every likelihood of personal bias in analysis and interpretation. Personal prejudices and bias affect the objectivity of decisions. അപ്പോൾ അതിനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട്. പേഴ്സണൽ, അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് യൂസ് ദിയർ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്സ്. ചിലപ്പോൾ അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, so next comes costly. Next limitation is management accounting costly ആണ്. അതായത് മാനേജ്മെൻറ്റ് ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് is required for its installation and it is not suitable for small enterprises. Next one is evolutionary stage. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? ഇവല്യൂഷണറി സ്റ്റേജിലാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഇസ് ഓൺലി ഇൻ എ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. ഇറ്റ് ഹാസ് നോട്ട് യെറ്റ് റീച്ച്ഡ് എ ഫൈനൽ സ്റ്റേജ്. സോ ദ ടെക്നിക്സ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഇൻ ദിസ് സിസ്റ്റം give varying and differing results. The conclusions taken from analysis and interpretations are not the same. So it will take some time before management accounting takes a ഫൈനൽ ഷേപ്പ്. അതായത് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഫേമിനും ഓരോ തരത്തിലാണ് വരിക. ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ ആദ്യ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില ഫേംസിന് നല്ല റിസൾട്ട് ഉണ്ടാവും, ചിലതിന് അത്ര നല്ലതായിക്കൊള്ളില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേജിൽ ഇതുവരെ എത്തിയിട്ടില്ല. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഏത് സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്? ഇറ്റ് ഈസ് ഇൻ ദി ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ്. ദ ഇൻസ്റ്റലേഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ബേസിക് ചേഞ്ച് ഇൻ ദി ഓർഗനൈസേഷണൽ സെറ്റപ്പ്. മൊത്തത്തിൽ മാറ്റമാണല്ലോ വരുന്നത്. So new rules and regulations are also required to be framed which affect a number of personnel and hence there is a possibility of resistance from some quarters or the other. അതായത് ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ഇടയിൽ തന്നെ എംപ്ലോയീസിൻ്റെ അടുത്തു നിന്നായാലും എല്ലാവരുടെ അടുത്തൊന്നും റെസിസ്റ്റൻസിന് അവർ ഒരു മാനസികമായിട്ടത് ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവില്ല. സോ ദർ ഇസ് എ സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിൻ്റ് ഇസ് വൈഡ് സ്കോപ്പ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹാസ് വെരി വൈഡ് സ്കോപ്പ്. ഇറ്റ് ഇൻക്ലൂഡ് സെവറൽ സബ്ജക്ട്സ്. സോ ദിസ് റിസൾട്ട്സ് ഇൻ inaccuracy and other practical difficulties also. Okay.